ആഴക്കടൽ മത്സ്യബന്ധന കരാർ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞുകൊണ്ടുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കേരളത്തിൽ കളക്ടർ ബ്രോ ആയി പേരെടുത്ത പ്രശാന്ത് നായർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്ന് പറയുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധന കരാർ അഴിമതിയെക്കുറിച്ച് പ്രശാന്ത് ബ്രോ നടത്തിയ വെളിപ്പെടുത്തൽ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്ന് കേൾക്കാം. ഏപ്രിൽ 1 എല്ലാവരെയും എല്ലായ്പ്പോഴും കള്ളം പറഞ്ഞ് വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക വിഡ്ഢിദിനം. മാധ്യമങ്ങളുടെ മുമ്പിൽ യാതൊരു മടിയുമില്ലാതെ ആഴക്കടൽ മത്സ്യബന്ധന കരാർ സംബന്ധിച്ച് കള്ളം പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. PR ഏജൻസികൾ സൃഷ്ടിച്ച ഓറയിൽ ഇവരാരും കള്ളം പറയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അത്രയ്ക്ക് ക്രെഡിബിലിറ്റി ആയിരുന്നല്ലോ അന്ന്. കൃത്യം 5 വർഷം മുൻപ് ഞാൻ KSINC മാനേജിംഗ് ഡയറക്ടർ. ബോട്ടും കപ്പലും ഉണ്ടാക്കലാണ് പണി. കേരള സർക്കാർ സംഘടിപ്പിച്ച അസെന്റ് 2020 സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ MG രാജമാണിക്യം IAS-ഉം EMCC ഇന്റർനാഷണൽ ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ഷിജു വർഗീസും തമ്മിൽ 5000 കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. കരാർ ഒപ്പുവെച്ച ചടങ്ങിൽ സംബന്ധിച്ച വ്യക്തി ഇങ്ങനെയൊരു കരാറ് ഈ ലോകത്തില്ല എന്ന നുണ പറയുന്നതിന്റെ ലിങ്കും ബ്രോ കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഉയർച്ചയ്ക്കും മെച്ചപ്പെടുത്തലിനും വേണ്ടിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കിയും സമയബന്ധിതമായ അനുമതികൾ നൽകിയും ആകർഷകമായ ഇൻസെന്റീവുകൾ വാഗ്ദാനം ചെയ്തും വേണ്ടത്ര സഹായം നൽകുകയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് 28/2/2020 EMCC-യുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. EMCC-ക്ക് മത്സ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ KCIDC പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ചതും ഇതിന്റെ തുടർച്ചയായാണ്. അസെന്റിൽ KCIDC MD രാജമാണിക്യം IAS ഒപ്പുവെച്ച ധാരണാപത്രം പ്രകാരമുള്ള പ്രപ്പോസലിന്റെ 9ാം പേജിൽ KSINC-യെ സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന 13 സ്ഥാപനങ്ങളിലൊന്നായി പരാമർശിച്ചിട്ടുമുണ്ട്. മാസങ്ങളോളം നടന്ന കത്തിടപാടുകൾക്കും മീറ്റിംഗുകൾക്കും ശേഷം കേരള സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട് 1 വർഷത്തോളം കഴിഞ്ഞാണ് KSINC-ക്ക് കപ്പൽ നിർമ്മാണ കരാർ കിട്ടുന്നത്. സർക്കാരിന്റെ കരാറിലാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് എല്ലാ സൗകര്യവും ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പോളിസി തലത്തിലുള്ള എല്ലാ സഹകരണവും ഇതിൽ ഉറപ്പു നൽകിയതായി കാണാം. KSINC-യുടെ കപ്പൽ നിർമ്മാണ കരാറിൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല. കപ്പൽ നിർമ്മാണ കമ്പനിക്ക് അതൊന്നും അറിയേണ്ട കാര്യവുമില്ല. ബസ് നിർമ്മാണ കമ്പനിക്ക് റൂട്ട് പെർമിറ്റിൽ എന്ത് കാര്യം? അഭിമാനകരമായ വലിയ കപ്പൽ നിർമ്മാണ കരാറായതിനാലും സർക്കാരിന് പ്രത്യേക താല്പര്യമുള്ളതിനാലും ഇക്കാര്യങ്ങളെല്ലാം യഥാസമയം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഔദ്യോഗികമായി കാര്യങ്ങൾ ധരിപ്പിക്കാനായി സമയം ചോദിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ തിരക്ക് മൂലം അതിന് അനുവാദം ലഭിച്ചില്ല. എങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാ കാര്യങ്ങളും യഥാസമയം ധരിപ്പിച്ചിരുന്നു. ഇത്രയും വലിയ തുകയുടെ ധാരണാപത്രം ഒപ്പിടുന്നതിന് വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം നന്നായിരിക്കുമെന്നത് ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. മുഖ്യമന്ത്രിയുടെ തിരക്ക് കാരണമാണ് അത് ഒഴിവായത്. ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അഭിനന്ദിക്കുകയും ഉണ്ടായി. വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വലിയ നേട്ടമായി PRD റിലീസ് നൽകുകയും ചെയ്തു. ഇത് വിവാദമാവുമെന്ന് ആരും കരുതി കാണില്ല. വികസനം കരാറാക്കിയവർ U-ടേൺ അടിച്ചു. ജനങ്ങളോട് പച്ചക്കള്ളം പറയാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം വന്നു. ഒരു ലജ്ജയുമില്ലാതെ അത് ചെയ്തവരുണ്ട്. ഇന്നും അതിന്റെ പ്രതിഫലം കൈപ്പറ്റുന്നവർ. എന്റെ ജോലി നിയമം അനുസരിച്ച് പ്രവർത്തിക്കലാണ്, ഫയൽ മുക്കലല്ല. ആര് ഭരിച്ചാലും വിവരാവകാശ നിയമപ്രകാരം ആഴക്കടൽ ഫയൽ പുറത്തു കൊടുക്കാതിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കാത്തതിന്റെ ദേഷ്യം മുഴുവൻ അന്നവർ എന്നിലേക്ക് തിരിച്ചുവിട്ടത് സ്വാഭാവികം. ജനങ്ങൾക്ക് KSIDC-യും KSINC-യും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവരം പോലും ഉണ്ടാവില്ല എന്ന ധാർഷ്ട്യം അപാരം തന്നെ. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് അനൌചിത്യമാണെന്ന് കരുതി മിണ്ടാതിരിക്കാനുള്ള മാന്യത ഞാനെന്ന് കാണിച്ചു.
ഇത് ഒരു അവസരമായി കണ്ട് ഗീബൽസ് തോൽക്കും വിധം ജനങ്ങൾ തെരഞ്ഞെടുത്തവർ ജനങ്ങളോട് തന്നെ നുണ പറയുന്നത് കാണാനായി. ഞാനത് നിസ്സഹായനായി കണ്ടുനിന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മൗനം പാലിക്കേണ്ടതില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. എനിക്കെതിരെ ഉത്തരവിട്ട മഹത്തായ അന്വേഷണം എന്തായി എന്നറിയാൻ ഏവർക്കും താല്പര്യം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തായിരുന്നു? എന്ത് നടപടിയാണ് എനിക്കെതിരെ എടുത്തത്? വോട്ടവകാശമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അറിയാൻ കൗതുകമുണ്ട്. ഹാപ്പി ഏപ്രിൽ ഫൂൾസ് ഡേ. ഇതാണ് ബ്രോ പങ്കുവച്ച കുറിപ്പ്. കരാർ ഒപ്പിട്ടത് ഫിഷറീസ് സെക്രട്ടറിയുടെ അറിവോടെയാണെന്നും സർക്കാരും EMCCയും തമ്മിലുള്ള അസന്റ് ധാരണ പ്രകാരമാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നും KSINCയെ ഉദ്ധരിച്ച് മുൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കരാർ ഉൾപ്പെടെയുള്ള രേഖകളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും തെളിവായി ഒരു ചാനൽ പുറത്തുവിട്ടതാണ്. KSINCയെയും MDN പ്രശാന്തിനെയും പഴിചാരി രക്ഷപ്പെടാനുള്ള സർക്കാർ ശ്രമത്തിന് തിരിച്ചടി നൽകുന്നതാണ് പുറത്തുവരുന്ന പുതിയ തെളിവുകൾ. വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച രേഖകളിൽ KSINC ധാരണാപത്രം ഒപ്പിടുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതായി കാണാം. വാട്സപ്പ് ചാറ്റുകളാണ് ഇതിന് തെളിവായി എടുത്തു കാണിക്കുന്നത്. സിംഗപ്പൂർ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മറുപടി നൽകി. ധാരണാപത്രം ഒപ്പിടുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. പത്രവാർത്തകളും അയച്ചു നൽകിയെന്നും തെളിവായി വാട്സപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളോട് സത്യസന്ധത പുലർത്തേണ്ട ഭരണകൂടം തന്നെ രേഖകളും തെളിവുകളും പുറത്തു വരുമ്പോഴും മൗനം പാലിക്കുന്ന സാഹചര്യം അതീവ ഗുരുതരമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അറിയില്ല എന്ന വാദത്തിൽ ഒളിക്കാൻ ശ്രമിച്ചാലും ഫയലുകളും ചാറ്റുകളും പുറത്തു വന്നതോടെ ആ വാദം അർത്ഥശൂന്യമാണെന്നതാണ് യാഥാർത്ഥ്യം. വികസനം എന്ന പേരിൽ ഒപ്പുവെച്ച കരാറുകൾ പിന്നീട് നിഷേധിക്കുകയും ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സമീപനം ഭരണത്തിലെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നു. സത്യാവസ്ഥ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ് സർക്കാർ കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ വികസനം എന്ന മുദ്രാവാക്യം വെറും മറവുപടം മാത്രമാണെന്ന വിലയിരുത്തൽ കൂടുതൽ ശക്തമാക്കുകയും ഈ വിഷയത്തിൽ ജനവിധി തന്നെ അന്തിമ വിധിയായി മാറുകയും ചെയ്യും.